ഹായ് ഗൈസ്, വെൽക്കം ടു വീലിൻ. ഏതാനും കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് യു.എസിലെ ലേസർ ഇൻ്റർഫെറോമീറ്റർ ഗ്രാവിറ്റേഷണൽ വേവ് ഒബ്സർവേറ്ററി അഥവാ ലിഗോ ഒബ്സർവേറ്ററി ബഹിരാകാശത്ത് രണ്ട് തമോ ഗർത്തങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ രൂപം കൊണ്ടുവരുന്ന ശബ്ദം നമ്മളെ കേൾപ്പിച്ച് തരികയുണ്ടായി. അന്നു മുതൽ തന്നെ പലരുടെയും ഉള്ളിൽ രൂപം കൊണ്ടുവന്ന പ്രധാന സംശയങ്ങളിലൊന്നാണ്. നമ്മൾ സ്കൂളുകളിൽ ചെറുപ്പം മുതൽ തന്നെ പഠിക്കുന്ന ഒരു കാര്യമാണ്, ശബ്ദതരംഗങ്ങൾക്ക് സഞ്ചരിക്കുവാനായി ഒരു മാധ്യമം വേണമെന്നും ശൂന്യാകാശത്തിൽ കൂടി ശബ്ദതരംഗങ്ങൾ സഞ്ചരിക്കുകയില്ല എന്നും. പിന്നെ എങ്ങനെ ശൂന്യാകാശത്ത് എവിടെയോ വെച്ച് രണ്ട് ബ്ലാക്ക് ഹോളുകൾ തമ്മിൽ കൂട്ടിയിടിച്ച ശബ്ദം നമുക്ക് തിരിച്ചറിയുവാനായി സാധിച്ചു എന്നത്. അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഗുരുത്വാകർഷണ തരംഗങ്ങൾ അഥവാ ഗ്രാവിറ്റേഷണൽ വേവുകളെക്കുറിച്ച് അടുത്തറിയേണ്ടതായുണ്ട്. അപ്പോൾ എന്താണ് ഈ ഗ്രാവിറ്റേഷണൽ വേവ് അഥവാ ഗുരുത്വാകർഷണ തരംഗങ്ങൾ? നമുക്കറിയാം, പ്രകാശവും ശബ്ദവും സഞ്ചരിക്കുക തരംഗ രൂപത്തിലാണ്. എന്നാൽ ഗുരുത്വാകർഷണം എന്നത് അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒന്നാണ്. അതിനെ നമ്മൾ ചിലപ്പോൾ ഫോഴ്സ് എന്ന് വിളിക്കും, എന്നാൽ മറ്റു ചിലപ്പോൾ മാസുള്ള വസ്തുക്കൾ സ്പേസ് ടൈമിനുണ്ടാക്കുന്ന ബെൻഡിങ് ആണ് എന്ന് വിളിക്കും. അങ്ങനെയുള്ള ഗുരുത്വാകർഷണം എങ്ങനെ തരംഗ രൂപത്തിൽ സഞ്ചരിക്കുവാനായി സാധിക്കും? യഥാർത്ഥത്തിൽ ഇവിടെ ഗുരുത്വാകർഷണമല്ല തരംഗ രൂപത്തിൽ സഞ്ചരിക്കുന്നത്. പിന്നെ എന്താണ് ഗ്രാവിറ്റേഷണൽ വേവ് എന്നത്? 1915 ആൽബർട്ട് ഐൻസ്റ്റീൻ മുന്നോട്ട് വച്ച ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ നേരിട്ടുള്ള പ്രവചനങ്ങളിലൊന്നായിരുന്നു. എന്നാൽ ഈ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായി മാറിയതാകട്ടെ 2015 ലിഗോ ഒബ്സർവേറ്ററി ഈ തരംഗങ്ങളെ കണ്ടെത്തിയപ്പോഴായിരുന്നു. നമുക്കിതിനെ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ മനസ്സിലാക്കാം. അതായത്, നമുക്ക് ചുറ്റും കുളങ്ങളും പുഴകളുമായി അനേക ജലാശയങ്ങൾ കാണപ്പെടുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ജലാശയത്തിൻ്റെ ഉപരിതലത്തെ അല്ലെങ്കിൽ സർഫസിനെ നമുക്ക് സ്പേസ് ടൈം എന്ന് വിളിക്കാം. ഈ സ്പേസ് ടൈമിന് ഏതെങ്കിലും ഭാരമുള്ള വസ്തുവിൻ്റെ ചലനത്തിൻ്റെ ഫലമായോ, അതുമല്ലെങ്കിൽ കൂട്ടിയിടിയുടെ ഫലമായോ, ഇനി അതുമല്ലെങ്കിൽ ചില വസ്തുക്കൾ അവയുടെ സ്വന്തം മാസിൻ്റെ ഫലമായോ അവിടെ സ്പേസ് ടൈമിനെ ബെൻഡ് ചെയ്യപ്പെടാം, അലകൾ രൂപം കൊള്ളാം, വലിച്ചു നീട്ടപ്പെടാം, കെർവ് ചെയ്യപ്പെടാം. ഇനി നമ്മൾ വളരെ സമാധാനമായി കിടക്കുന്ന ഏതെങ്കിലും ജലാശയത്തിന് മുകളിലേക്ക് വളരെ ഭാരമുള്ള ഒരു കല്ലെടുത്ത് ഇടുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ ആ കല്ല് ജലാശയത്തിൻ്റെ ഉപരിതലത്തിൽ പതിക്കുന്നതിനെ തുടർന്ന് ആ ഭാഗത്തുള്ള ജലത്തിൻ്റെ ഉപരിതലം താഴേക്ക് പുഷ് ചെയ്യപ്പെടും. ഇതിനെ നമുക്ക് ഗുരുത്വാകർഷണം എന്ന് പറയാം. അങ്ങനെ നമ്മൾ ആ ജലാശയത്തിലേക്ക് എറിഞ്ഞ കല്ല് അവിടെ ചെന്ന് പതിച്ചതിനെ തുടർന്ന് ജലാശയത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നും പുറത്തേക്ക് തരംഗങ്ങൾ രൂപം കൊള്ളുന്നതായി നമുക്ക് കാണുവാനായി സാധിക്കും. അങ്ങനെ ആദ്യം തരംഗങ്ങൾ രൂപം കൊള്ളുക ആ കല്ല് ചെന്ന് പതിച്ച ഭാഗത്തായിരിക്കും. അതിനുശേഷം അതിനടുത്ത ഭാഗം, പിന്നീട് അതിനപ്പുറമുള്ള ഭാഗം, അങ്ങനെ ആ തരംഗങ്ങൾ പുറമേലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഗുരുത്വാകർഷണ തരംഗങ്ങളും. വളരെ ആകസ്മികമായി വളരെ ഭാരമുള്ള വസ്തുക്കൾക്ക് ചലനം സംഭവിക്കുമ്പോൾ, അതുമല്ലെങ്കിൽ വലിയ മാസുള്ള വസ്തുക്കൾ പരസ്പരം കൂട്ടിയിടിക്കപ്പെടുമ്പോൾ സ്പേസ് ടൈമിന് മൊത്തത്തിൽ ഒരു ഡിസ്റ്റർബൻസസ് ഉണ്ടാവുന്നു. ഇവ തരംഗ രൂപത്തിൽ പ്രകാശത്തിൻ്റെ വേഗതയിൽ പുറമേലേക്ക് സഞ്ചരിക്കുകയും ചെയ്യും. ഈ തരംഗങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ മനുഷ്യന് ഓഡിബിളായ രൂപത്തിലേക്ക് മാറ്റുമ്പോഴാണ് ബഹിരാകാശത്ത് ബ്ലാക്ക് ഹോളുകൾ കൂട്ടിയിടിക്കുന്ന ശബ്ദം ഈ ഭൂമിയിലിരുന്ന് നമുക്ക് കേൾക്കുവാനായി സാധിക്കുന്നത്. ഒരു ഉദാഹരണത്തിന്, അനേകമായിരം പ്രകാശവർഷങ്ങൾ അകലെയുള്ള രണ്ട് തമോഗർത്തങ്ങൾ പരസ്പരം കൂടിച്ചേരുന്ന സാഹചര്യം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവ പരസ്പരം നേരിട്ട് കൂട്ടിയിടിക്കുക അല്ല ചെയ്യുന്നത്. പകരം അവ പരസ്പരം വലയം വെക്കുവാനായി ആരംഭിക്കുകയും പിന്നീട് ഗുരുത്വാകർഷണത്തെ തുടർന്ന് വലയം വെക്കുന്ന ഓർബിറ്റിൻ്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരികയും ശേഷം അവ ഒന്നായി മാറുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവ ഒന്നായി ചേരുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു സെക്കൻഡിൽ 100 കണക്കിന് തവണ പരസ്പരം വലയം വയ്ക്കുകയും ശേഷം രണ്ടും ചേർന്ന് ഒന്നായി മാറുകയും ചെയ്യുന്നു. ഇതിനെ തുടർന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജലപ്പരപ്പിൽ ഒരു കല്ലെടുത്തെറിയുമ്പോൾ ഓളങ്ങൾ രൂപം കൊള്ളുന്നത് പോലെ നമ്മുടെ സൂര്യനും ഭൂമിയും ഗാലക്സികളും എല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന സ്പേസ് ടൈമിൽ റിപ്പിൾസ് അല്ലെങ്കിൽ അലകൾ രൂപം കൊള്ളുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഗുരുത്വാകർഷണ തരംഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ രൂപം കൊള്ളുന്ന ഈ തരംഗങ്ങൾ സഞ്ചരിക്കുക പ്രകാശത്തിൻ്റെ വേഗതയിലായിരിക്കും. തുടക്കത്തിൽ വലിയ രീതിയിലുള്ള ഊർജം വഹിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ഇവ കുറെ സഞ്ചരിക്കുമ്പോൾ
എനർജി പതിയെ പതിയെ നഷ്ടമാകുകയും അങ്ങനെ ആയിരക്കണക്കിന് പ്രകാശവർഷങ്ങൾക്കപ്പുറം നടക്കുന്ന ഈ കൂട്ടയിടി ഭൂമിയിൽ എത്തിച്ചേരുമ്പോഴേക്കും ഭൂമിയെ പിടിച്ചു കുലുക്കുവാനുള്ള ശക്തി ഇവയ്ക്ക് കാണില്ല എങ്കിലും ലേസർ ഇൻ്റർഫെറോമീറ്റർ, ഗ്രാവിറ്റേഷണൽ വേവ് ഒബ്സർവേറ്ററി അഥവാ ലിഗോ പോലുള്ള ഇൻസ്ട്രുമെൻറ്റുകളുടെ സഹായത്തോടുകൂടി വളരെ കൃത്യതയോടെ ഇവയെ നമുക്ക് തിരിച്ചറിയുവാനായി സാധിക്കുന്നതാണ്. ഇവിടെ ലിഗോ എന്നത് വളരെ ഭീമാകാരനായ ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ഏകദേശം 4 കിലോമീറ്ററോളം നീളം വരുന്ന 2 പെർപെൻഡിക്കുലർ ആംസുകൾ ഇതിനുണ്ട്. വളരെ ചുരുക്കത്തിൽ ലിഗോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഒരു ലേസർ ബീമിനെ 2 തുല്യ ഐഡൻറ്റിക്കൽ ബീമുകളായി ആദ്യം സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഓരോ ബീമും ഇൻ്റർഫെറോമീറ്ററിലുള്ള 2 പെർപെൻഡിക്കുലർ ആംസ് വഴി സഞ്ചരിക്കുകയും ശേഷം ഒരു മിററിൽ തട്ടി എവിടെയാണോ ഇവ സ്പ്ലിറ്റ് ചെയ്തത് അവിടെ തന്നെ തിരിച്ചു വന്ന് റീകമ്പൈൻ ചെയ്യുകയും ചെയ്യുന്നു. സാധാരണ അവസ്ഥയിൽ ഈ ലേസർ കിരണങ്ങൾ തുല്യദൂരം സഞ്ചരിക്കുകയും ശേഷം തിരിച്ചു വരികയും റീകമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിനെ തുടർന്ന് പരസ്പരം ക്യാൻസൽ ഔട്ടായി പോവുകയും ചെയ്യുന്നു. അതിനെ തുടർന്ന് ഡിറ്റക്ടറിൽ സിഗ്നൽ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരു ഗ്രാവിറ്റേഷണൽ വേവ് ഭൂമിക്ക് സമീപത്തുകൂടി കടന്നു പോകുന്ന സമയം സ്പേസ് ടൈമിന് വളരെ ചെറിയ രീതിയിലാണെങ്കിലും ഡിസ്റ്റോർഷൻ നടക്കുകയും അതിനെ തുടർന്ന് ഇൻ്റർഫെറോമീറ്ററിൻ്റെ ഒരാം വലിച്ചു നീട്ടപ്പെടുകയും മറ്റേയാം കംപ്രസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഒരു പ്രോട്ടോണിൻ്റെ 1001 മാത്രം വിട്ടിൽ നടക്കുന്ന ഈ മാറ്റം മനുഷ്യന് തിരിച്ചറിയാൻ സാധിക്കുകയില്ല എങ്കിലും ലേസർ ബീംസിനെ റീകമ്പൈൻ ചെയ്യുന്ന സമയം പെർഫെക്റ്റ്ലി ക്യാൻസൽഡ് ആകാതെ വരികയും സിഗ്നലുകൾ ഡിറ്റക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ലിഗോ ഉപയോഗിച്ച് തരംഗങ്ങളെ തിരിച്ചറിയുന്ന സമയം നമുക്ക് വളരെ പ്രിസിഷനോടുകൂടി കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഒബ്സർവേറ്ററി മാത്രം മതിയാവുകയില്ല. അതിനാൽ തന്നെ ലിഗോ എന്ന് നമ്മൾ ചുരുക്കി പറയുന്നത് 2 പ്രധാനപ്പെട്ട ഒബ്സർവേറ്ററികൾ കൂടിച്ചേരുന്നതാണ്. ഏകദേശം 3000ഓളം കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ 2 ഒബ്സർവേറ്ററികളിൽ ലഭിക്കുന്ന ഡേറ്റ ഒരുപോലെയാണെങ്കിൽ മാത്രമേ നമുക്കവിടെ ഗ്രാവിറ്റേഷണൽ വേവിനെ സ്ഥിരീകരിക്കുവാനായി സാധിക്കുകയുള്ളൂ. അതിനായി ഒന്നാമത്തെ ഒബ്സർവേറ്ററി സ്ഥിതി ചെയ്യുന്നത് US ഹാൻഫോർഡിലാണ്. ഇതിനെ നമ്മൾ ലിഗോ ഹാൻഫോർഡ് ഒബ്സർവേറ്ററി എന്നാണ് വിളിക്കുന്നത്. രണ്ടാമത്തെ ഒബ്സർവേറ്ററി സ്ഥിതി ചെയ്യുന്നതാകട്ടെ ലിവിങ്സ്റ്റണിലും. ഇതിനെ നമ്മൾ ലിവിങ്സ്റ്റൺ ഒബ്സർവേറ്ററി എന്നുമാണ് വിളിക്കുന്നത്. ഇവ രണ്ടിലും ഏതെങ്കിലും ഒരു ഒബ്സർവേറ്ററിയിൽ മാത്രമാണ് നമുക്ക് ഗുരുത്വാകർഷണ തരംഗങ്ങൾ ലഭിക്കുന്നതെങ്കിൽ അത് ഗുരുത്വാകർഷണ തരംഗങ്ങളുടെ തെളിവായി എടുക്കുവാനേ സാധിക്കില്ല. അത് അവിടെ നടക്കുന്ന എന്തെങ്കിലും ലോക്കൽ ഫിനോമിനൻ്റെ ഭാഗമായിരിക്കും. ഇനി ഇവ രണ്ടിലും ഏതാനും മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ രേഖപ്പെടുത്തുന്ന തരംഗങ്ങൾ വിശദമായി പഠന വിധേയമാക്കിയതിന് ശേഷമാണ് ഗ്രാവിറ്റേഷണൽ വേവുകളെ തിരിച്ചറിയുന്നത്. ഇവിടെ 2 ലിഗോ ഡിറ്റക്ടേഴ്സ് മാത്രമാണുള്ളതെങ്കിൽ നമുക്കതിനെ ഒരു ഗ്രാവിറ്റേഷണൽ വേവാണ് ഇന്ന് സ്ഥിരീകരിക്കുവാനായി സാധിക്കും. എന്നാൽ അതിൻ്റെ ദിശയും ദൂരവും കൃത്യമായി അറിയണമെങ്കിൽ നമുക്ക് മൂന്നാമതായി മറ്റൊരു ഒബ്സർവേറ്ററി കൂടി വേണ്ടി വരും. ഇതാണ് ഇറ്റലിയിൽ സ്ഥിതി ചെയ്യുന്ന വിർഗോ എന്ന ഒബ്സർവേറ്ററി. ഇവ മൂന്നും ചേർന്നാൽ നമുക്ക് ദിശയും ദൂരവും ഏകദേശം കൃത്യമായി തന്നെ കണ്ടുപിടിക്കുവാനായി സാധിക്കും. എന്നാൽ പിന്നെയും കൃത്യതയ്ക്ക് വേണ്ടിയാണ് ഇന്ത്യയിൽ മഹാരാഷ്ട്രയിൽ പണിതുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ലിഗോ ഒബ്സർവേറ്ററിയും കൂടാതെ ജപ്പാനിൽ അണ്ടർഗ്രൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒബ്സർവേറ്ററി ഇവയെല്ലാം ചേരുമ്പോൾ നമുക്ക് വളരെ കൃത്യമായ ഡേറ്റകളും നമ്മുടെ കരങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഗ്രാവിറ്റേഷണൽ വേവ് അല്ലെങ്കിൽ ഗുരുത്വാകർഷണ തരംഗങ്ങളെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണമെന്നും വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ഞാൻ നേരുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ടാറ്റാ, ബൈ ബൈ.